കാലഘട്ടത്തെ വേണമെങ്കിൽ നമുക്ക് ചീത്ത വിളിക്കാം. ലാ തസബ്ബുദ്ദഹ്റ ഇന്നമാ അനദ്ദഹ്ർ എന്നാണ്. നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്, തീർച്ചയായും ഞാൻ തന്നെയാണ് കാലമെന്ന് അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. അതുകൊണ്ട് കാലമെന്ന് പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടരുത് എന്നർത്ഥം. കാലമെന്നും ഒരുപോലെ തന്നെ പോയിട്ടുള്ളൂ. മനുഷ്യന്മാർ മാറിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകുന്നത്, അല്ലാതെ കാലം മാറിയിട്ടൊന്നുമില്ല. കാലത്തെ പടിചാരി നമ്മൾ രക്ഷപ്പെടുകയാണ്. പണ്ട് മുതലേ കിഴക്കാണ് സൂര്യൻ ഉദിക്കുക, കാലം മാറിയിട്ടില്ല. പണ്ട് മുതലേ കിഴക്ക് പടിഞ്ഞാറാണ് അസ്തമിക്കുക, കാലം മാറിയിട്ടില്ല. പണ്ട് മുതലേ കൊരങ്ങന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, കാലം മാറിയിട്ടില്ല. പണ്ട് മുതലേ കൂരാറ്റകൾ കിളികളൊക്കെ വീട് വെക്കൽ അങ്ങനെ തന്നെയാണ്, കാലം മാറിയിട്ടില്ല. പണ്ട് മുതലേ മഴയെല്ലാം അവിടെ നിന്നാണ് പെയ്യുക, കാലം മാറിയിട്ടില്ല. പണ്ട് മുതലേ ഭൂമിയിലാണ് ഇതെല്ലാം ചെടി മുളച്ചുണ്ടാവുക, കാലം മാറിയിട്ടില്ല. മനുഷ്യൻ മാറി മാറി മറിഞ്ഞ അവസാനം നമ്മൾ കാലത്തിന് പടിചാരുകയാണ്. കാലം മാറിപ്പോയി എന്നതാണ് സത്യത്തിൽ. നമ്മൾ മാറിയാൽ കാലത്തെ വീണ്ടും തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പം മഹല്ല് സന്തുഷ്ട കുടുംബം സംഘടിപ്പിക്കുമ്പോൾ നമ്മളാണ് മാറേണ്ടത്. ഈ ഇരിക്കുന്ന ഓരോ ആളുകളുമാണ് മാറേണ്ടത്. ഞാൻ ഉപദേശ പ്രസംഗത്തിന് വന്നതല്ല, ചില നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഉപദേശം ഇന്ന് ആർക്കും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ. ഒരാളിങ്ങനെ നിർത്തി ഉപദേശിക്കുക, നിർദ്ദേശങ്ങൾ പറയാം. ആ നിർദ്ദേശങ്ങളാണ് ഇവിടെ വെക്കുന്നത്. അതിന് നിങ്ങളാകട്ടെ 15 പദ്ധതികളിൽ ഒന്നാട് കുടുംബ ശാക്തീകരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ പദ്ധതികളുണ്ട്. ഇനി ഉണ്ടാക്കേണ്ടത് അന്തരീക്ഷമാണ്. ഒരു മനുഷ്യൻ ഉയർന്നു പോകാൻ ഉണ്ടാകേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ദ ഗ്രേറ്റ് വിഷൻ, ഉന്നതമായ കാഴ്ചപ്പാടുകളാണ്. രണ്ടാമത്തത് വിഷനിലേക്ക്, ആ കാഴ്ചപ്പാടിലേക്ക് എത്താൻ വെൽ പ്ലാനിങ്, അതിലേക്ക് എത്താനുള്ള ഒരു നല്ല റേഞ്ചുള്ള പ്ലാൻ ഉണ്ടാവുക എന്നതാണ്. മൂന്നാമത്തത് അറ്റ്മോസ്ഫിയർ ക്രിയേഷൻ, അത് നടപ്പിലാക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവുക എന്നതാണ്. അപ്പൊ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അത് ഉലമാക്കളും ഉമറാക്കളും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കേണ്ടതാണ് അന്തരീക്ഷം. അല്ലാതെ ഒരു കൂട്ടർ മാത്രം വിചാരിച്ചാൽ അന്തരീക്ഷമാകില്ല. ബാഫക്കി തങ്ങളുടെയൊക്കെ നാട് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാലാണ്. അദ്ദേഹം ഒരേ സമയം ആലിമും ഒരേ സമയം എന്തുമായിരുന്നു, ഉമറാക്കളിൽപ്പെട്ട ആളുമായിരുന്നു. രണ്ടും കൂടി ഒന്നിച്ച് പല ആളുകൾക്കും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ബാഫക്കി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് എല്ലാവരോടും ചോദിച്ച് തീരുമാനമെടുക്കുമ്പോൾ, മദ്രസകൾ ഒന്നൊന്നായി തുടങ്ങുമ്പോൾ, പള്ളികൾ ഒന്നൊന്നായി തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് കുറേ ത്യാഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ കാലഘട്ടം മുതൽ രണ്ടാമത്തെ മദ്രസയുണ്ടായത് താനൂരിലാണ്. ഞാൻ ആ മദ്രസയിൽ ഇന്നാൾ പോയിരുന്നു. 2ാം നമ്പർ മദ്രസ താനൂരിലാണ്. നമ്പർ 2, നമ്പർ 1 എവിടെയെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. 2ാമത്തെ മദ്രസയിൽ ഞാൻ പോയിരുന്നത്. ബാഫക്കി തങ്ങളാണ് അതിൽ വന്നിട്ട് തറക്കല്ലിട്ടിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലഘട്ടം മുതലേ ഇവിടെ അപ്പുറത്ത് കുറേ സ്ത്രീകളിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോവുക. ഈ വോട്ട് കമ്പനിക്കും പതിറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാകും. ഇതേപോലെ നമ്മളൊരു പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് തിരിഞ്ഞു പോയാൽ പഴയ കാലത്തേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. പഴയ കാലത്തേക്ക് മനസ്സൊന്ന് പായിച്ചു നോക്കൂ. പട്ടിണിയും വെറുതിയും ഉണ്ടായ ഒരു കാലം, പല രീതിയിലുള്ള അസുഖങ്ങൾ മാറി മാറി വന്നിരുന്ന കാലം, അന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു നാഴി അരി കൊണ്ട് കഞ്ഞിയുണ്ടാക്കുന്ന കാലം, ആ കഞ്ഞിക്ക് വേണ്ടി ചമ്മന്തി മാത്രം കൂട്ടിയിരുന്ന ഒരു കാലം. അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി, അരി കഴുകാൻ വേണ്ടിയിട്ട് പാവം ഉമ്മാമ ഇങ്ങനെ കമിഴ്ത്തുമ്പോൾ, നാഴി അരി ഇങ്ങനെ കമിഴ്ത്തുമ്പോൾ 8-10 ആളുകൾക്ക് കഴിക്കാൻ ഒരു നാഴി അരിയാണ്. അതിങ്ങനെ കമിഴ്ത്തുന്ന സമയത്ത് മനസ്സിലൊരു കിടുക്കമുണ്ടാകുന്നു, മനസ്സിലൊരു വല്ലാത്ത കിടിലമുണ്ടാകുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു കൈ നീട്ടും, ആ ഒരു നാഴിയിൽ നിന്നും ഒരു കൈ അരി മാറ്റിയിട്ട് കുടുക്കയിലേക്ക് മാറ്റും. വൈക്കം മുഹമ്മദ് ബഷീർ അതിനെ കുറിച്ച് എഴുതിയത് ഒരു പിടി അരി എന്നാണ്. ഈ ഒരു പിടി അരിക്ക് എന്തിനാണെന്നറിയോ? എൻ്റെ മക്കൾ പട്ടിണി കിടന്നാലും എൻ്റെ പള്ളി നന്നായി പോകണം, എൻ്റെ മക്കൾ പട്ടിണി കിടന്നാലും എൻ്റെ മദ്രസ നന്നായി പോകണം. അങ്ങനെ ആഴ്ചകളോളം ഇട്ടുവെച്ച അരി മേടിക്കാൻ ഒരാൾ വരും, അത് ചന്തയിൽ പോയി വിൽക്കും. എന്നിട്ട് ഓരോ പള്ളിയുടെയും മിനാരങ്ങൾ എൻ്റെ കഥ പറയും. അതിനു വേണ്ടിയിട്ടായിരുന്നു പഴയകാല ഉമ്മാമമാർ ഇതൊക്കെ ചെയ്തു വെച്ചിരുന്നത്. അവരുടെ അന്നത്തെ കഞ്ഞി കുടിച്ചവ വേറെ കുട്ടികളൊക്കെ തന്നെയായി ഇരിക്കുന്നവർ. പക്ഷെ ഇന്ന് നമുക്ക് സമൃദ്ധമായ കാലം, നല്ലൊരവസ്ഥ, എന്നിട്ടും വേണ്ട രീതിയിൽ ഇതിനെ തിരിഞ്ഞു നോക്കാൻ പലപ്പോഴും പറ്റാറില്ല. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ പ്രകാശം ആരെന്നറിയുമോ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള. ആ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട അതിമനോഹരമായ നാമധേയമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് പിന്നെ പറയുന്നതോ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാ. ഹഖാണ് മോനെ ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യമാണ് മോനെ ഞാൻ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ, അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല മോനെ എന്ന് ശ്രവണപുടങ്ങളിലേക്ക് 2 വയസ്സുകാരന്റെ 1 വയസ്സുകാരന്റെ മനസ്സിലേക്ക് പാട്ടുപാടി അതിന്റെ ഗാംഭീര്യം ഇറക്കിക്കൊടുത്ത ഇന്നലകളുടെ ഉമ്മാമമാരെ ഓർത്തിട്ട് വേണം നമ്മൾ മഹല്ല സംഗമങ്ങൾ സംഗമിക്കാൻ. പാവപ്പെട്ടവർ അങ്ങനെയാണ് മക്കളെ വളർത്തിയെടുത്തത്. മൂല്യബോധം നഷ്ടപ്പെട്ട് ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, പണ്ട് കാലങ്ങളിലെ പാടക്കത്ത് വലിയ കളിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകുമായിരുന്നു. കുട്ടിക്കാലത്ത് അങ്ങനെ പോയിട്ട് കളിച്ചവരായിരിക്കും ഈ കൂട്ടത്തിൽ പല ആളുകളും. ഫുട്ബോള് കളി, ആ ഫുട്ബോൾ കളിക്ക് ഇപ്പുറത്തൊരു പാടശേഖരമുണ്ട്, ഇപ്പുറത്തും ഒരു പാടശേഖരം. രണ്ടും ഒരാളുടേതല്ല. അതിൻ്റെ നടുക്കിലൂടെ ഒരു വരമ്പുണ്ടാകും, അതിര് നിശ്ചയിച്ച വരമ്പ്. നമ്മൾ ചെന്നിട്ട് ചോദിക്കും, ആ വരമ്പൊന്ന് പൊട്ടിച്ചോട്ടെ. ഫുട്ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ വരമ്പൊരു തടസ്സമാണ്, അതുകൊണ്ടത് പൊട്ടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക നന്നായിട്ട് പക്വതയുള്ള ചിന്തിക്കാൻ കഴിവുള്ള കാരണവന്മാർ പറയൽ, അത് പൊട്ടിക്കണ്ട, നിങ്ങൾ പൊട്ടിക്കാതെ അതിൻ്റെ മുകളിലൂടെ കളിച്ചോ എന്ന്. ആ വാക്കിനൊരർത്ഥമുണ്ടായിരുന്നു. എന്താണെന്നറിയോ? കാരണം ആ വരമ്പ് പൊട്ടിച്ചാൽ പിന്നീട് 6-7 മാസം നിങ്ങൾ കളിച്ചാൽ അവസാനം കളിച്ച് വരമ്പ് എവിടെയായിരുന്നു എന്നറിയില്ല. അതുകൊണ്ട് വലത്ത് ആണോ വരമ്പ്, ഇവിടെയാണോ വരമ്പ്, അവസാനം നിങ്ങൾ കളിയെല്ലാം കഴിഞ്ഞു പോകും, ഞാനും എൻ്റെ അയൽവാസിയും തമ്മിൽ തല്ലേണ്ടി വരും. അതുകൊണ്ടാണ് വരമ്പ് പൊട്ടിക്കണ്ട എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയ്ക്കൊരു വരമ്പ് പരിശുദ്ധമായ ദീന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ഹറാം, ഇത് ഹലാൽ എന്നുള്ള കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യമായി പറഞ്ഞതിൻ്റെ വരമ്പ് അനുവാദം കൂടാതെ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. അവസാനം കളിച്ച് എവിടെയാണ് ഇപ്പോൾ കയറി കളിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല. ഞാനിപ്പോൾ കളിക്കുന്നത് ഹലാലിലാണോ, ഞാനിപ്പോൾ കളിക്കുന്നത് ഹറാമിലാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിൽ, അഥവാ നന്മ ചെയ്യുന്നവർ തിന്മയും തിന്മ ചെയ്യുന്നവർ നന്മയും ചെയ്യുന്ന സമീകൃതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പണ്ടത്തെ കാലത്ത് നല്ലവർ നല്ലവരായേ ജീവിക്കൂ. ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാമഹനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, എൻ്റെ വെല്ലിപ്പയാണ്. ഓരോരുത്തർക്കും ആലോചിക്കാൻ അവരുടെ ഒരു വെല്ലിപ്പയുണ്ടാകും. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദർസോതി പഠിച്ചത് ഞങ്ങളുടെ മഹല്ലിലാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ കോന്നല്ലൂർ ജുമാ മസ്ജിദിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞിട്ട് പേപ്പറുകൾ എഴുതിയത് ഞങ്ങളുടെ മഹല്ലിനെ കുറിച്ചാണ്. ആ മഹല്ലിൻ്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള വലിയൊരു മുത്തവല്ലിയായിരുന്നു എൻ്റെ ഉപ്പുപ്പ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബത്തിലെ ആളുകൾക്കെല്ലാം അറിയുന്ന ഒരു മഹാമഹൻ, ഒരു മഹാമനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ അതിൽ നിന്ന് ഒരുപാട് ദൂരെയാകാം. പണ്ട് നന്മയുള്ളവർ നന്മയിലൂടെ മാത്രം പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർക്ക് എന്താണ് ചതി, എന്താണ് വെട്ടിപ്പ്, എന്താണ് കച്ചവടത്തിൽ എന്തെങ്കിലും ചതി കാണിക്കൽ, എന്താണ് പറഞ്ഞ വാക്ക് പാലിക്കാതിരുന്നാലുള്ള പ്രയാസങ്ങൾ, ഇത് മുഴുവനും അവർക്കറിയാമായിരുന്നു. പഴയ കാരണവന്മാർ അങ്ങനെ യശസ്സുള്ളവർ, ഊർജ്ജസ്വലതയുള്ളവരായിരുന്നു. അതല്ലാത്തവരുണ്ടായിരുന്നേക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, അതുപോലെ അങ്ങനെ ഗഡ്സുള്ള കാരണവന്മാരുടെ കാലം കുറഞ്ഞു വരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മഹല്ലിലൂടെ കടന്നു പോകുന്നത്. കാരണം ഒരേ ആൾ തന്നെ പള്ളിയിൽ പോയി 5 വക്തം നിസ്കരിച്ചാലും ചിലപ്പോൾ പുറത്ത് വന്നിട്ട് എന്തിൻ്റെങ്കിലുമൊക്കെ പേരിൽ ആളുകളെ വിമർശിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ പഴയകാല അന്തരീക്ഷം തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള അഹോരാത്ര പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി അതിനുവേണ്ടി സംഘടിപ്പിച്ചതാണ്.